പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി ആക്കിയേ അടങ്ങൂ എന്ന വാശിയിലാണ് ഇപ്പോൾ BJP എന്നാണ് നമുക്ക് തോന്നിപ്പോവുക. കഴിഞ്ഞ ദിവസം നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷം, അവിടെ രാഹുൽ ഗാന്ധിയോട് കാണിച്ച തൊട്ടിത്തരം, വാസ്തവത്തിൽ ഏത് പൊട്ടന്മാരാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്ന് മനസ്സിലാവുന്നില്ല. അവിടെ അവര് രാഹുൽ ഗാന്ധിക്ക് സീറ്റ് ഒരുക്കിയത് 5ാമത്തെ നിരയിലായിരുന്നു. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. പ്രതിപക്ഷ നേതാക്കൾക്ക് കേന്ദ്ര മന്ത്രിമാർക്കൊപ്പം 1ാം നിരയിൽ സ്ഥാനം കൊടുത്തിരുന്നു. അടൽ ബിഹാരി വാജ്പേയി പോലും അത് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് സോണിയാഗാന്ധി ആദ്യ നിരയിലാണ് ഇരുന്നത്. ഇവിടെ ചില തൊടുന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി 5ാം നിരയിലേക്ക് മാറ്റിയിരുത്തുകയാണ് സർക്കാർ ചെയ്തത്. പക്ഷെ രാഹുൽ ഗാന്ധി ഈ അപമാനം സഹിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. കാരണം ഇത് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിന ആഘോഷമാണ്. ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് അത് രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി ജീവനും ജീവിതവും ചോരയും ഒഴുക്കിയവർക്ക് വേണ്ടിയുള്ളതാണ്. അല്ലാതെ സമരത്തിനിടയിൽ ദേശീയ പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുക്കുകയും മാപ്പെഴുതി രക്ഷപ്പെടുകയും ചെയ്തവർക്ക് വേണ്ടിയുള്ളതല്ല, ഷൂ നക്കികൾക്കുള്ളതല്ല, രാജ്യത്തിനു വേണ്ടി ത്യാഗം സഹിച്ചവർക്ക് ഉള്ളതാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ ഇരുന്നത്. നമ്മളവിടെ കണ്ടത് ഈ 52 ഇഞ്ചും 56 ഇഞ്ചും പറയുന്നവരുടെ നെഞ്ചളവിന്റെ കാര്യത്തിൽ ഇങ്ങനെ അവകാശപ്പെടുന്നവരുടെ മനസ്സിന് വെറും 3/4 ഇഞ്ച് പോലും വിസ്തീർണമില്ല എന്നുള്ള ഒരു സത്യമാണ്. ഈ BJP അല്ലെങ്കിൽ മോദി സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ 5ാം പന്തിയിലേക്ക് ഇരുത്താൻ സാധിക്കുമായിരിക്കും, അല്ലെ പിന്തള്ളി ഇരുത്താൻ സാധിക്കുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള ഓരോ പ്രവൃത്തികളും ചെയ്യുമ്പോൾ ആ മനുഷ്യൻ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ 1ാം പന്തിയിലേക്ക്, മുൻനിരയിലേക്ക് കയറി ഇരുന്നു കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങളാണ് രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ ഒരു വലിയ നേതാവാക്കുന്നത്. ഇന്ത്യക്ക് ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയാക്കി അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തുന്നത് BJP എന്ന പാർട്ടിയാണ്, മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്, അവരുടെ പൊട്ടൻ നയങ്ങളാണ്. നോക്കൂ, UP-യിൽ യോഗി ആദിത്യനാഥും എതിരാളികളും തമ്മിലുള്ള കൊട്ടാര വിപ്ലവം ഇങ്ങനെ അരങ്ങ് തകർക്കുകയാണ്. വാസ്തവത്തിൽ ഇത് യോഗിയും അമിത്ഷായും തമ്മിലുള്ള പോരാട്ടമാണ്, അല്ലാതെ അവിടുത്തെ റിബൽ ഗ്രൂപ്പും യോഗിയും തമ്മിലുള്ളതല്ല. അതുപോലെ തന്നെ മോദി സർക്കാർ ഈ വഖഫ് ബോർഡ് നിയമ ഭേദഗതി എന്ന് പറയുന്ന ഒരു കടന്നൽ കൂട്ടിൽ കൈയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ പരകാല പ്രഭാകരന്റെ പ്രവചനം നിറവേറ്റപ്പെടുന്നതിന് ഏറെ നാൾ വേണ്ടിവരുമെന്ന് തോന്നുന്നില്ല.